ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബിനകത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസിന് സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഇയർഫോൺ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഹോസ്റ്റലിലാണ്, അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലൊന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ചാനലിൻ്റെ പേര് മൈ ഹോസ്റ്റൽ തിങ്സ്. ഞാനിപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു 83 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 94 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റീച്ചൊന്നുമില്ല, അധികം വ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. അതിന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടെ ചെയ്തേക്കുക. സോ ഇപ്പോൾ യൂട്യൂബ് എടുത്താൽ ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഫസ്റ്റ് കുറേ വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. കുറേ ഫാമിലി വ്ളോഗേഴ്സ്, ഇപ്പം കൂടുതലും ഫാമിലി വ്ളോഗേഴ്സാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രവീൺ പ്രണവ്, പിന്നെ വി ആർ ഇൻ ലവ്, ഇതുപോലത്തെ കുറേ ഫാമിലി വ്ളോഗേഴ്സ് അവർ ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫാമിലി പ്രോബ്ലംസാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാണ്ട് നിങ്ങളുടെ ഫാമിലി പ്രോബ്ലംസ് വന്നിട്ട് സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. ഞാനെന്തായാലും അത് അവർക്ക് എന്താണ് പ്രോബ്ലം, എന്തിനാണ് അവരങ്ങനെ വീഡിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് നമ്മളിങ്ങനെ യൂട്യൂബിലും അതുപോലുള്ള സോഷ്യൽ മീഡിയസിലൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ, അതാണ് ഞാൻ എടുത്ത ടോപ്പിക്. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. നമ്മുടെ ഫാമിലീൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒതുക്കി തീർത്ത് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കുന്നതാണ് നല്ലത്. അത് മൂന്നാമത് വേറൊരാൾ അറിഞ്ഞ് അവരിടപെട്ട് അതിൽ വേറെ പ്രശ്നങ്ങളുണ്ടായി എന്തിനാ അങ്ങനെ? പിന്നെ എനിക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സായിട്ടുള്ള നിങ്ങളോടാണ് പറയാനുള്ളത്, ഈ ഇടുന്ന വീഡിയോസൊക്കെ ഇപ്പം തന്നെ ഈ പ്രവീൺ പ്രണവ് ആ പുള്ളിക്കാരൻ ഓൾറെഡി ഇട്ടിരുന്നൊരു വീഡിയോ ഡിലീറ്റ് ആക്കിക്കോളാം. അപ്പോൾ അത്രയും വിശദീകരിച്ചൊക്കെ പറഞ്ഞ് കുറേ തെളിവൊക്കെ നിരത്തിയിട്ട വീഡിയോസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ട് പിന്നെ ഒരു പോസ്റ്റും വന്നെന്നാണ് തോന്നുന്നത്. എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനും വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ആരാണ് വീഡിയോ ഇട്ടത്, ആരാണ് അത് ഡിലീറ്റ് ചെയ്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അവരെന്ന് പറയുന്നത് ഇതുപോലെ കുറേ പ്രശ്നങ്ങളുണ്ടാവും, അതെടുത്ത് യൂട്യൂബിലിടും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ വീഡിയോ ഡിലീറ്റ് ആക്കും, ഇല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടും. ഓക്കെ, സെറ്റ്, ഓക്കെ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആര് പറ്റിക്കപ്പെട്ടു, ആര് ജയിച്ചു, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് വേണം ഇതുപോലുള്ള വീഡിയോസൊക്കെ പോയിരുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കപ്പിൾസിനോട് എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. പുള്ളിക്കാരിയുടെ അടുത്ത് പോയിട്ട് അങ്ങ് പറയും, എടാ ഇങ്ങനെയൊക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, നീ ഒരു ഹെൽപ്പ് ചെയ്യുമോ, എന്ത് പറഞ്ഞു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി സംസാരിക്കും. അവരെന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയും. മണ്ടത്തരമല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറയും. ഇന്നത് ചെയ്തോ, മിണ്ടാതിരുന്നോ, അല്ലെങ്കിൽ കുറച്ചാൾ മിണ്ടായിരുന്നാൽ ശരിയാവുമെന്നൊക്കെ ഉപദേശിക്കും. അതുപോലെ നിങ്ങൾ പോയി അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും തേർഡ് പാർട്ടി അറിയാൻ പാടില്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കുക. മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് പോകാൻ, നിർത്തണമെന്നാണെങ്കിൽ നിർത്താലും വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. പിന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോടത്ത് എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ മാരേജ് ചെയ്തിട്ടുള്ള ആളല്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്നാലും നിങ്ങളോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് ഡിസ്കസ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതാണോ അതോ ഈ പുറമേ ഉള്ള ആൾക്കാരോട് ഇങ്ങനെ വായിട്ടലച്ച് നിങ്ങളുടെ വിഷമങ്ങൾ ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞു തീർക്കുന്നതാണോ ബെറ്ററെന്ന് സ്വന്തമേ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മൊത്തത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരിക്കലും ആരുടെയും ഫാമിലി പ്രോബ്ലംസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒരു കാര്യവും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ പറയാൻ നിൽക്കരുത്. കാരണം അത് അവസാനം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പണിയാവുന്നത്. ഇപ്പോൾ ഒരാൾക്ക് പണി കിട്ടിയിരിപ്പുണ്ട്, അതുപോലെ അതിന് എന്തിനാണ് അങ്ങനെ വഴിയൊരുക്കേണ്ട ആവശ്യമില്ലല്ലോ.